ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴുത്ത മാങ്ങ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിലൊരു പഴുത്ത മാങ്ങ പച്ചടിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മാങ്ങ പച്ചടി വെക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മൂവാണ്ട മാങ്ങയാണ്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ മാങ്ങയെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ പച്ചടിയുടെ അരപ്പിന് വേണ്ടതാണ്. ഇതിപ്പോൾ ഒരു തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മാങ്ങയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വന്നോളും. ഏകദേശം ഒരു 2-3 മിനിറ്റ് വെക്കുമ്പോഴത്തേന് മാങ്ങ വെന്ത് വരും. ഇപ്പം മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 10 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ പകുതി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 2 ചുവന്ന മുളക് കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചതച്ചത്, 1/4 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരും. അപ്പോഴത്തേക്ക് ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അരപ്പും മാങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മാങ്ങ അരപ്പും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനുശേഷം അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങയും തൈരും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.